ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ബൗളിലേക്ക് ഇപ്പോൾ ഞാനൊരു 1.5 കപ്പ് പാസ്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ 10 വരെ ആവട്ടോ. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകിലും നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പേസ്റ്റായിട്ട് അരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു ഒറിഗാനോ ഇട്ട് കൊടുക്കുക, ഒരു 3-4 ടീസ്പൂൺ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. ഇത് ഒലിവ് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ, പകരം വേറെ ഒരു ഓയിലും എടുക്കരുത്. അപ്പോൾ ഇതാ ഇതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ചിക്കൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തത് 4 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. ഈ ചിക്കൻ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സോസ് ചിക്കൻ പീസിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ആ ഒരു വിധത്തിൽ വേണേ മിക്സ് ആക്കി എടുക്കാൻ. ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഈ പാനിൽ ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ചിക്കൻ പീസുകൾ നിരത്തി വെച്ച് കൊടുക്കട്ടോ. അധികം വേവൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഒരു 8 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള സോസ് ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സോസാണ് ഇട്ട് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സോസ് കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 2 വശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോരി മാറ്റാം. ഇനി കുറച്ചും കൂടെ സോസ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.